അങ്ങനെ ഒരുപാട് കാത്തിരുന്ന് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അത് ഇന്നത്തെ ദിവസമായിരുന്നു, അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും പോയി, ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. ചേട്ടനുണ്ട് കേട്ടോ, ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. വിചാരിക്കുക എന്നെ മാത്രം കാണുന്നതെന്നൊന്നും വിചാരിക്കണ്ട. ഞാനാണല്ലോ മുന്നിൽ നിൽക്കുന്നതെന്ന് മാത്രം, കാരണം എന്നെ എല്ലാത്തിനും തള്ളിവിടും മുന്നിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ എല്ലാം ഇതാക്കുന്നത്. പേപ്പർ നോക്കുക, മേടിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് ചേട്ടൻ എന്താ ചെയ്യാതെന്ന് വിചാരിക്കണ്ട, ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. ചേട്ടൻ തന്നെയാണ് എല്ലാ ഇതും, ചേട്ടൻ്റെ ഇതിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ തന്നെ പൈസ ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തി ഒക്കെ കൊടുക്കുന്നതൊക്കെ ഞാനാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവരപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് ഭാഗം നിന്ന് പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അങ്ങനെ പൈസ കൊടുത്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരോട് എണ്ണീറ്റ് വേണം എടുക്കുക എന്ന് പറയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവർക്ക് ബ്രോക്കർമാരെന്ന് പറയുന്നില്ല കേട്ടോ, അസൈക്ക, ഇതാണ് നമ്മളെ അസൈക്ക, പിന്നെ ശ്രീകാന്ത്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവർ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്തെങ്കിലും തന്നേര്, നമുക്ക് ഇത്ര ശതമാനമാണ് ചേച്ചി എന്തെങ്കിലും തന്നേരെന്ന്. പക്ഷേ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേട്ടാ ആദ്യം. അവരെ അതിൽ കുറച്ച് പൈസ കുറച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അസൈക്കാൻ ഇതൊരു വലിയ വള്ളിക്കെട്ടായിരുന്നു. വള്ളിക്കെട്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ശരിക്കും പറഞ്ഞാൽ ഓരോ പേപ്പർ റെഡി ആവാനും ഓരോ കാര്യങ്ങളിനും വേണ്ടിയിട്ട് അവർ വല്ലാണ്ട് കഷ്ടപ്പെട്ട് ഓടുകയും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ എമൗണ്ട് മുഴുവനായിട്ട് തന്നെ കൊടുത്ത്, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല ഒരാൾ കൊടുത്തില്ല എന്നുള്ളത്. ഇത് ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ട് ചാവി മേടിക്കുന്ന എൻ്റെ ഇതാണ് കേട്ടോ. പിന്നെ അസൈക്കാനോടും അതുപോലെ ജലീഖാനോടും പിന്നെ എല്ലാവരോടും കേട്ടോ, ശ്രീകാന്ത് എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ഇതിനകത്ത് ഇന്ത്യയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടേക്കുന്ന അസൈഖാനെയും ജലീഖാനെയും മാത്രമാണ്. അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, എന്നെ ഒരു 100-150 വീട് കൊണ്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആദ്യമൊന്നും എനിക്ക് വീട് ഇഷ്ടമാവുന്നുണ്ടായില്ല. പിന്നീടാണ് എനിക്ക് ലോണിൻ്റെ എല്ലാം കുറേ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ചെറിയൊരു വീട് നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ തന്നെ ഞാൻ വീട് എടുക്കുമെന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൊക്കിലൊതുങ്ങുന്നല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും എടുത്തു. അതിന് വേണ്ടിയിട്ട് അസൈക്കും അതുപോലെ തന്നെ ജലീക്കും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ എന്താ പറയുക, പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നത്. ശരിക്കും ഒരുപാട് ഓടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, ഇച്ചിരി കൂടി എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രമാത്രം എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ താക്കോലൊക്കെ വാങ്ങി ഇങ്ങനെ നിന്ന്, അപ്പോൾ ഇവർക്ക് ചില സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഇവരുടെ സാധനം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇവരെല്ലാം എടുത്ത് എല്ലാം പുറത്തിട്ടേക്കാണ്. ഞാനപ്പോൾ ചാവി വാങ്ങിച്ചു, റൂം പൂട്ടി ഞാനപ്പോൾ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്.